ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൂഗിൾ ക്രോമിൽ വളരെ ഈസി ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു എക്സ്റ്റൻഷനാണ്. നമുക്കത് എങ്ങനെയെന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെ തന്നിരിക്കുന്ന ഒരു ലിങ്ക് ഉണ്ട്, ഡൗൺലോഡ് ലിങ്ക്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വെബ് പേജിലായിരിക്കും അത് എത്തിച്ചേരുക. അതിനുശേഷം ഇവിടെ ആഡ് ടു ക്രോം എന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ആഡ് എന്ന് കാണാം. ഈ ആഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആ എക്സ്റ്റൻഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വെബ് പേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കാം, ഇപ്പോൾ ഈ ഒരു പേജാണെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഏരിയ അല്ലെങ്കിൽ ഈ പേജിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഇപ്പോൾ നമ്മൾ ചെയ്ത എക്സ്റ്റൻഷൻ്റെ ഐക്കൺ ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വരും. ക്യാപ്ചർ വിസിബിൾ പാർട്ട് ഓഫ് പേജ്. ഇപ്പോൾ ഈ നമുക്ക് കാണുന്ന ഭാഗത്തിൻ്റെ മൊത്തം ഇത് എടുക്കാനാണ്. അതുപോലെ ക്യാപ്ചർ സെലക്റ്റഡ് ഏരിയ എന്നുള്ള ഓപ്ഷൻ. ക്യാപ്ചർ എൻറ്റയർ പേജ് മൊത്തമായിട്ട് എടുക്കാൻ. സെലക്ട് എ ലോക്കൽ ഇമേജ്. ഇത് ഇപ്പം നമ്മൾ പിക്ചറിൽ കാണുന്ന ഈ വിൻഡോയിൽ കാണുന്ന ഏതെങ്കിലും പിക്ചർ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ ക്യാപ്ചർ സെലക്റ്റഡ് ഏരിയ അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ നോക്കുക. ഇപ്പോൾ നമ്മുടെ മൗസ് ഐക്കൺ മാറിയിട്ട് പ്ലസ് എന്നതായി. നമുക്ക് ഏരിയ സെലക്ട് ചെയ്യാം. ഈ ഏരിയ ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അടിയിൽ ക്യാൻസൽ ക്യാപ്ചർ എന്ന ഓപ്ഷൻ ഉണ്ട്. ക്യാപ്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വീണ്ടും ക്രോപ്പ് ചെയ്യാനും അതുപോലെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. സിമ്പിളായിട്ടുള്ള ഓപ്ഷൻസ്, ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുക. അതിനുശേഷം ഡൺ എന്ന് കൊടുക്കുക. ഡൺ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഫയൽ ടെമ്പററി ആയിട്ട് ഈ digo.com എന്ന സൈറ്റിൽ ടെമ്പററി ആയിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പെർമനൻ്റ്ലി ആയിട്ട് സേവ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ സേവ് ഇമേജസ് ഫയൽ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലിപ്പ് ബോർഡിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുക സേവ് ഇമേജസ് ഫയൽ. നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ സേവ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളോട് എവിടേക്കാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ള പറയും. ഇപ്പോൾ ഡെസ്ക്ടോപ്പാണ്, ഡെസ്ക്ടോപ്പ് എവിടെയെന്ന് വെച്ചാൽ അതിനുശേഷം പേര് വേണമെങ്കിൽ പേര് മാറ്റി കൊടുക്കാം. അതിനുശേഷം സേവ് എന്ന് കൊടുക്കുക. ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. വളരെ സിമ്പിളായിട്ടുള്ള എക്സ്റ്റൻഷനാണ്, വളരെ ഉപകാരപ്രദമായിട്ടുള്ള എക്സ്റ്റൻഷനാണ്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യാം. നമസ്കാരം.